ഹായ്. ഇന്ന് ഹോസ്റ്റലിൽ വെറുതെ ഇരുന്ന് പോകേണ്ട ഒരു സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു കേട്ടോ. സാധാരണ ഹോളിഡേയ്സിൽ ഞങ്ങളുടെ പരിപാടി രാവിലെ എണീക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അപ്പോഴാണ് ആലോചിച്ചത്, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കുറേ നാളായിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ വരണം കേട്ടോ, നമുക്ക് പാട്ടൊക്കെ പാടാം, സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതുവരെയായിട്ടും പോകാൻ പറ്റില്ല നമ്മുടെ ഷെഡ്യൂളൊക്കെ കാരണം. ഇത് വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായതുകൊണ്ട് തന്നെ വഴിയൊന്നും അറിയത്തില്ല. രാത്രി തലേദിവസം ചോദിച്ച് വഴിയൊക്കെ മനസ്സിലാക്കിയാണ് പോകുന്നത്. നേരെ ആലന്തറയിൽ ചെന്ന് ബസ് കയറിയാൽ മതി, വാമനപുരത്തിന് വണ്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പോയി. ഓക്കെ, കിട്ടി. വാമനപുരത്ത് വന്ന് ഇറങ്ങി. പിന്നെ എവിടെയാണ് അയ്യപ്പൻ്റെ ക്ഷേത്രം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ അവസാനം കണ്ടുപിടിച്ച്. പിന്നെ നമുക്ക് വഴി അറിയില്ലാത്തത് കൊണ്ട് അവൾ നമ്മളെ കൂട്ടാൻ വന്നായിരുന്നു കേട്ടോ. പിന്നെ ഒരു 6 കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നടപ്പാണ് നടക്കുന്നത്. കുറച്ചങ്ങ് ദൂരം ഇതേ കണ്ടു, അങ്ങ് അറ്റത്തുണ്ട്, സൂം ചെയ്ത് കാണിച്ചത്. അത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ പാട്ടി ഉണ്ടായിരുന്നു. പാട്ടി ഇതവിടെ കോലമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരാളോട്ടോ, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല. പിന്നെ ഫുഡ് പറയേണ്ട കാര്യമില്ല, ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ചേരം TV കാണാമെന്നും പറഞ്ഞിരുന്ന് കണ്ടു തുടങ്ങിയതാണ്. പിന്നെ കണ്ട് ഞാൻ കൊച്ചു TV-യിൽ വരെ എത്തി. പാട്ട് പാടാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻ പീരീഡ് ആട്ടോ ഈ കാണുന്നത്. നമ്മൾ പാട്ട് പാടും, തെറ്റിക്കും, ആള് വന്ന് വഴക്ക് പറയും, വീണ്ടും പാടും. ഇത് തന്നെ ബാക്കി നിങ്ങൾ തന്നെ കണ്ടോ. മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ കുറേ സംസാരിച്ചു. പാട്ടിനെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എന്തായാലും മിസ് ചെയ്യും. ഇനിയും വരണമെന്നൊക്കെയാണ് പാട്ടി പറഞ്ഞേക്കുന്നത്. അവൾ നമ്മളെ കൊണ്ടാക്കാൻ വന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.